ഈ വീഡിയോയിൽ ഇന്നത്തെ ഗ്ലോബൽ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് റഷ്യ, ഉക്രൈൻ, അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയങ്ങൾ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിൽ സിറിയ കോൺഫ്ലിക്റ്റ് നല്ല രീതിയിൽ ഡെവലപ്പായി വന്നിട്ടുണ്ട്. അതും കൂടെ നമ്മൾ ഇതിനകത്ത് നോക്കുന്നുണ്ട്. നമ്മൾ ഒബ്വിയസ്ലി ഇന്ത്യ പാകിസ്ഥാൻ ഇതും കൂടെ ടച്ച് ചെയ്താണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പൂർണ്ണമായിട്ട് വീഡിയോ കാണുക. എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്നത്തെ കറണ്ട് ഈവൻസ് ആണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ത്യ പാകിസ്ഥാനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ഫൈനാൻഷ്യലി, അതായത് പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ സാമ്പത്തിക ഭദ്രത എങ്ങനെ തകർക്കാം എന്നുള്ള നിലയിൽ മനഃപൂർവ്വം തകർക്കുന്നതല്ല, IMF പോലത്തെ, വേൾഡ് ബാങ്ക് പോലത്തെ, ഇതേപോലത്തെ ഇന്റർനാഷണൽ മോണിറ്ററിംഗ് ഫണ്ടിംഗ് സിസ്റ്റം മൊത്തത്തിൽ പാകിസ്ഥാൻ എന്താണ് ഇന്ത്യക്കിട്ട് ചെയ്തത് അതിന്റെ തെളിവ് സഹിതം കൊണ്ട് സബ്മിറ്റ് ചെയ്ത് സാമ്പത്തികമായിട്ട് ഒരു ഞെരുക്കം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. ഇന്ന് മുതൽക്കേ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊസീജിയറുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോവാണ്. ഇതാണ് ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് പ്രധാനപ്പെട്ട വിഷയം. ഉരി, അക്നോർ, കുപ്വാര തുടങ്ങിയ മേഖലകളിലൊക്കെ നല്ല രീതിയിലുള്ള സീസ് ഫയർ വയലേഷൻ, അതാണ് ഇന്നലെ രാത്രി മൊത്തം സംഭവിച്ചത്. പാകിസ്ഥാൻ, അതായത് ഈ ഒരു ഓപ്പൺ ബോർഡർ അഥവാ പഴയ LOC എന്ന് വിളിക്കപ്പെടുന്ന ഈ ഒരു ബോർഡറിൽ നിന്നും 60 കിലോമീറ്റർ ഉള്ളിലേക്ക് ഇവര് റഡാർ സ്ഥാപിച്ചിട്ടുണ്ട്. അതേപോലെ എയർ ഡിഫൻസ് സിസ്റ്റവും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിലുപരിയായിട്ട് പാകിസ്ഥാന്റെ ഉള്ളില് ബലൂചിസ്ഥാൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ ബലൂചിസ്ഥാൻ കയറി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അവിടെയൊക്കെ ആർമിയുടെ സ്വാധീനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ബലൂചിസ്ഥാൻ ഭാഗത്ത് പാകിസ്ഥാൻ ആർമിയിൽപ്പെട്ട ആൾക്കാർ തന്നെ അങ്ങോട്ട് പോകാൻ തയ്യാറാകുന്നില്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് നാൾക്ക് ശേഷം ഇന്നലെയാണ് ആസിം മുനീർ പുറത്തു വന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ആ സ്റ്റേറ്റ്മെന്റ് എന്തിനാണെന്ന് പറഞ്ഞാൽ, ശരിക്കും ആസിം മുനീർ ഞാൻ ജീവനോട് ഇരിപ്പുണ്ട്, ഞാൻ തന്നെയാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് എന്ന് ഒന്നുകൂടെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്, പബ്ലിക്കിന് വേണ്ടിയിട്ട് ഒരു അപ്പിയറൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വന്ന് മനഃപൂർവ്വം നിന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അവിടെ നിയന്ത്രിക്കുന്ന എല്ലാം തന്നെ ആസിം മാലിക് എന്ന് പറഞ്ഞ ISIയുടെ തലപ്പത്തിരിക്കുന്ന ആളാണ് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. കാരണം ഷഹബാസ് ഷെരീഫ് ഉൾപ്പെടെ പൈൽസിന്റെ ചികിത്സയുമായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ ഈ രീതിയിലാണ് പാകിസ്ഥാന്റെ ഉള്ളിൽ പോകുന്നത്. റഫേൽ ഫൈറ്റർ ജെറ്റിനെ പാകിസ്ഥാൻ പേടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതിന്റെ ഒറ്റ റീസൺ എന്ന് പറഞ്ഞാൽ, ഈ റഫേൽ ഫൈറ്റർ ജെറ്റിന്റെ പ്രത്യേകതകൾ കുറെ ഉണ്ട്. ഞാനിപ്പോൾ അതിന്റെ പ്രത്യേകതകളുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നില്ല. അതിലുള്ള ഒറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പാകിസ്ഥാൻ പേടിക്കുന്ന പ്രത്യേകത എന്ന് പറഞ്ഞാൽ റഡാർ ജാമർ എന്ന് പറഞ്ഞ സാധനം ഈ റഫേൽ ഫൈറ്റർ ജെറ്റിലുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവർ ഏറ്റവും കൂടുതൽ ഇത് പേടിക്കുന്നത്. റഡാർ ജാമർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു റഫേൽ ഫൈറ്റർ ജെറ്റ് പോകുന്നതുകൊണ്ട് തന്നെ ഒന്നാമത് സ്റ്റെൽത്ത് ടെക്നോളജി ഒരു സൈഡിലുണ്ട്. ഈ സ്റ്റെൽത്ത് എന്ന് പറയുമ്പോൾ തന്നെ റഡാറിൽ നിന്ന് സ്കിപ്പ് ആവാനുള്ള ഒരു ടെക്നോളജിയാണ്. അതിലുപരിയായിട്ട് ഇതിന്റെ മുകളിൽ റഡാർ ജാമറും കൂടെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് പാകിസ്ഥാൻ കാണുന്നത്. പിന്നെ ഇതിലുപരിയായിട്ട് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇതിനകത്ത് എയർ ടു എയർ മിസൈൽ വളരെ എക്സ്പെൻസീവ് ആണ് കേട്ടോ. എയർ ടു എയർ മിസൈൽ എന്നൊക്കെ പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ്. ഇപ്പൊ എയർ ടു എയർ മിസൈൽ വിടുമ്പോൾ തന്നെ, അതായത് ഒരു മിസൈൽ ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിപ്ലോയ് ചെയ്ത് അത് മൂവിങ്ങിൽ ഇരിക്കുമ്പോൾ തന്നെ ഇതിനെ ഡൈവേർട്ട് ചെയ്യാൻ കഴിയും, ഡയറക്ഷൻ മാറ്റാൻ കഴിയും. ഇതും ഒരു പ്രത്യേകതയാണ്. അതിലുപരിയായിട്ട് മൂവിംഗ് ടാർഗറ്റിനെ, അതായത് എയറിൽ മൂവിങ്ങിൽ ഇരിക്കുന്ന ഒരു ടാർഗറ്റിനെ വളരെ പ്രിസൈസ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ ഈ റഫേൽ ഫൈറ്റർ ജെറ്റിന് സാധിക്കും എന്നുള്ളതാണ്. ഇതേപോലെ ഒരുപാട് പ്രത്യേകതകൾ റഫേൽ ഫൈറ്റർ ജെറ്റിനുണ്ട്. ഇത് ഒറ്റ തവണ ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് ഇത് കാഴ്ചവെക്കുന്നത്. ഇതിന് തൊട്ട് താഴെയുള്ള നമ്മൾ ഉപയോഗിക്കുന്നത് MiG ആണ്. MiG കാറ്റഗറിയിൽ വരുന്ന വിമാനം എന്ന് പറഞ്ഞാൽ ഒരു 3 സ്ട്രൈക്ക് ഒക്കെ നടത്തി കഴിഞ്ഞാൽ പിന്നെ അതിന് റെസ്റ്റിംഗ് പീരീഡ് കൊടുക്കേണ്ടി വരും. അപ്പൊ അതുപോലെയാണ് ഇപ്പം റഫേൽ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 5 സ്ട്രൈക്ക് ഒക്കെ നടത്തിയിട്ട് വന്നിട്ട് നമുക്കൊരു 2 മണിക്കൂറിൽ തന്നെ വീണ്ടും ഈ ഫൈറ്റർ ജെറ്റ് റെഡി ആവും, മെയിൻ്റനൻസ് ഒക്കെ കഴിഞ്ഞിട്ട്. പക്ഷേ MiG ആണെന്നുണ്ടെങ്കിൽ 6 മണിക്കൂറൊക്കെ എടുക്കും. 6 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ വീണ്ടും അതിനെ അടുത്തൊരു റൗണ്ടിലേക്ക് തയ്യാറാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതേപോലെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഫൈറ്റർ ജെറ്റാണ് റഫേൽ ഫൈറ്റർ ജെറ്റ്. ഇത് ഇപ്പൊ അമേരിക്ക നൈസിന് റഷ്യയും തേച്ച് ഉക്രൈനെയും തേച്ചിരിക്കുകയാണ്. അപ്പൊ അതിലോട്ട് വരാം. അതിനു മുമ്പ് മിഡിൽ ഈസ്റ്റിൽ ഒന്ന് ടച്ച് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് വരാം. കാരണം ഡൊണാൾഡ് ട്രംപ് ഒരു മാസ് മൂവ്മെന്റ് നടത്തിയിരിക്കുകയാണ്. മാസ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് മാസ് മൂവ്മെന്റ് ആണ്, പക്ഷെ മറ്റുള്ളവർക്ക് ശരിക്കും അത് ചിന്തിച്ച് തന്നെ നോക്കേണ്ട വിഷയമാണ്. മിഡിൽ ഈസ്റ്റ് ഹൈ ടെൻസ്ഡ് ആണ്. എവിടെയാണെന്ന് പറഞ്ഞാൽ സിറിയയിലാണ്. സിറിയയിൽ സംഭവിക്കുന്ന പറഞ്ഞാൽ, സിറിയയിലെ HTS ടാർഗറ്റ് ചെയ്യുന്ന 2 ഗ്രൂപ്പ് ഉണ്ട്. ഒന്ന് അലാവിറ്റ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്, അതേപോലെ തന്നെ ഡ്രൂസ് കമ്മ്യൂണിറ്റി. ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയും അലാവിറ്റിനെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു HTS ടാർഗറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് HTS ഇവരെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് നോക്കുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ഇസ്രായേലിന്റെ സിറിയയുടെ ഉള്ളിലേക്കുള്ള ഇടപെടൽ തുർക്കിയെ അസ്വസ്ഥരാക്കുന്നു. അപ്പൊ അത് അസ്വസ്ഥരാക്കും. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നെതന്യാഹു ഓൾറെഡി തന്നെ ട്രംപിനടുത്ത് നേരിട്ട് പറഞ്ഞതാണ്. ട്രംപ് അധികാരത്തിൽ വന്ന് കസേരയിൽ ഇരുന്ന ആ ടൈം മുതലേ നെതന്യാഹു ആവശ്യപ്പെടുന്നുണ്ട് റഷ്യയുടെ ഒരു ബേസ് സിറിയയ്ക്കുള്ളിൽ സ്ഥാപിക്കാൻ. അമേരിക്കൻ ട്രംപ് ഭരണകൂടം അതിന് ഓക്കെ പറഞ്ഞില്ല. കാരണം റഷ്യ ഒരു സൈഡിൽ നെഗോഷിയേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ പറ്റില്ല എന്നുള്ള നിലപാടാണ് അമേരിക്കയ്ക്കുള്ളത്. അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായിട്ടുള്ള നിലപാടുണ്ടാവും. പക്ഷെ അതിലുപരിയായിട്ട് നമ്മൾ അതിനകത്ത് കൂടുതൽ ഡീപ്പായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ സിറിയയ്ക്കുള്ളിൽ നിന്നും മാക്സിമം അമേരിക്കൻ ട്രൂപ്പ് എല്ലാം തന്നെ എക്സിറ്റ് ആയിരിക്കുകയാണ്. ആ എക്സിറ്റ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ ജോർദാനും
ജോർദാനും സിറിയയും ബോർഡർ ഷെയർ ചെയ്യുന്ന ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഈ ഒരു അമേരിക്കൻ ട്രൂപ്പ് ഇപ്പം നിലനിൽക്കുന്നത്. അവർ ഒറ്റൊരു ബേസ് ഒഴികെ ബാക്കി എല്ലാ ബേസുകളും തന്നെ ഒരുവിധം കാലിയാണ്. ഇതിനകത്ത് അമേരിക്കയുടെ ഒരു എയർ ബേസ് ഉണ്ട്. ആ എയർ ബേസ് അവർ നിലനിർത്തുന്നുണ്ട്. ആ എയർ ബേസിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള രീതിയിലുള്ള ആൾക്കാർ അവിടെ ഉണ്ട്. ഒരു 2000 അമേരിക്കൻ ട്രൂപ്പ് സിറിയയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇന്ന് ഒരു 1500 പേര് പോയി കഴിഞ്ഞു. ഇനി ഒരു 500 പേരുണ്ട് അമേരിക്കയുടെ ട്രൂപ്സ് എന്ന് പറയാൻ സിറിയയ്ക്കുള്ളിൽ. അതാണ് ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. ഇവർ അമേരിക്ക അവിടുന്ന് കാലിയായ ഉടനെ തന്നെ അവിടെ ഓൾറെഡി തന്നെ ഇളക്കം തുടങ്ങിയിട്ടുണ്ട്. തുർക്കി സിറിയയുടെ 2 പ്രൊവിൻസുകൾ മേടിച്ചിട്ടുണ്ട്. അത് സിറിയയിലെ HTS സ്വമേധയാ കൊടുത്തതാണ് തുർക്കിക്ക്. കാര്യം അതിന് കാരണമായി തീർന്നത് ഇസ്രായേലാണ്. കാരണം ഇസ്രായേൽ തടയുന്നുണ്ട്. എന്തിനെ തടയുന്നുണ്ട്? ഈ HTSന്റെ ആക്രമണം, അലാവൈറ്റിനെയും ഡ്രൂസ് കമ്മ്യൂണിറ്റിക്കെതിരെയും HTS നടത്തുന്ന ക്രൂരകൃത്യം. ഈ ക്രൂരകൃത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഞാനൊരു സീക്വൻസ് ആയിട്ട് 3 കാര്യങ്ങൾ പറയാം. 3 കാര്യങ്ങൾ. ഒന്ന്, October 7 ഇസ്രായേൽ നടത്തിയത്. October 7 ഇസ്രായേലിൽ ഹമാസ് നടത്തിയത് അത് ഏറ്റവും വലിയൊരു ക്രൂരകൃത്യമാണ്. അതിലുപരി കാരണം 1200 പേരെയാണ് ഒറ്റയടിക്ക് അവർ തീർത്തു കളഞ്ഞത്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇന്ത്യയിൽ പഹൽഗാമിൽ നടന്ന ആക്രമണത്തിനെ അതിനോട് തന്നെ കമ്പയർ ചെയ്യാം. അതിനോട് കമ്പയർ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ഈ മതവും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേർതിരിച്ച് ആൾക്കാരെ വധിച്ചത്. ഇതും അതുപോലെ തന്നെ ഒരു പൈശാചികമായിട്ടുള്ള ഏർപ്പാടാണ്. ഇനി അത് തുടർന്ന് അടുത്ത നമ്മളിപ്പോൾ സിറിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ അലാവിറ്റ്, അതേപോലെ തന്നെ ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റി, ഇവരെയും ഇപ്പൊ ഈ സിറിയയിലുള്ള ഈ ഒരു ഭീകര ഭരണകൂടം ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതേ രീതിയിലുള്ള പാറ്റേൺ ആണ് അവിടെ നടക്കുന്നത്. ഈ പാറ്റേൺസ് എല്ലാ സ്ഥലത്തും ആവർത്തിക്കും. കാരണം ഇവർ ഗ്ലോബലി തന്നെ ആഗോള തരത്തിൽ ഇവർ ജോയിന്റ് ആയിട്ടാണ് ഇവരുടെ ഐഡിയോളജി കൊണ്ടു നടക്കുന്നത്. ഈ ഐഡിയോളജിയാണ് ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ ചാലഞ്ച്, വെല്ലുവിളി. മോഡേണൈസ്ഡ് ഹ്യൂമന്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ തീവ്ര നിലപാടുള്ള ഈ മതനിലപാടുകളാണ്. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വേർതിരിച്ച് കാണേണ്ടത്. ഇതിനൊരു ഓപ്ഷൻ കൊടുക്കാൻ ഒരു രാജ്യങ്ങളും തയ്യാറാവാത്തൊരു അവസ്ഥ ഉണ്ടാവണം. കാരണം ഇത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത് സമാധാനമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ കൊണ്ടുവന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് അവസാനം അതിലേതെങ്കിലും ഒരു 10 പേര് ഈ രീതിയിലുള്ള വിഷചിന്താഗതിയുള്ള ആൾക്കാരായിരിക്കും. അവരിതങ്ങ് നടത്തും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഒരു എക്സ്ക്യൂസും ഇനി പാടില്ല. ശരിക്കും ഇതിനെക്കുറിച്ചുള്ള അവയർനെസ്, കാരണം ഇതിന്റെ റിവേഴ്സ് അവയർനെസ് ആണ് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത്. ആരാണോ ഫണ്ടമെന്റലിസം കൊണ്ടുവന്ന് ഇങ്ങനെ നടപ്പിലാക്കാൻ ഇറങ്ങുന്നത് അവരെ നമ്മൾ കൃത്യമായിട്ട് ചെറുക്കേണ്ടതാണ്. പക്ഷെ ഇതിനകത്ത് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ പരാജയം. കാരണം ഇത് നമ്മളൊരാളെ കണ്ടു കഴിഞ്ഞാൽ ഇവൻ തീവ്ര നിലപാടുള്ളവനാണോ ഇല്ലെങ്കിൽ ഇവൻ സാധാരണ ആളാണെന്ന് എങ്ങനെ കണ്ടെത്തുക? ഇതാണിപ്പോ കശ്മീരിലായാലും നേരിട്ട വെല്ലുവിളി. ഈ സിറിയയുടെ ഒരു പാലസിന്റെ മുന്നിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഇസ്രായേലിന്റെ ആക്രമണത്തിനെ കണ്ടംപ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു അൽഷാര ഭരണകൂടം. ഇതുവരെ HTS ഭരണകൂടം ഇസ്രായേലിനെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല. അതിന്റെ അർത്ഥം അവർ ഇസ്രായേലുമായിട്ട് ഓക്കെ എന്നല്ല. അവർ അബ്രഹാം ഡീലിന് ഓക്കെയാണ്, അവരതൊക്കെ പറയുന്നുണ്ടെങ്കിലും സർവൈവ് ചെയ്യാനുള്ള തത്രപ്പാടിലിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് HTS. അപ്പൊ എങ്ങനെയെങ്കിലും അവരുടെ സർവൈവൽ ഉറപ്പാക്കണം. അതുകൊണ്ടാണ് ഈ ഒരു അഭിനയങ്ങളും വളരെ നല്ലവരാണെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നത്. ഈ HTSന്റെ പാസ്റ്റ് നമ്മൾ നോക്കി കാണേണ്ട കാര്യമല്ല. അത് 100% അല്ല, 200% അത് ഭീകര സംഘടനയാണ്. ഭീകര സംഘടനയുടെ ഭാഗമായിട്ട് വന്ന ആളാണ് ഈ അഹമ്മദ് അൽഷാറ. പിന്നെ അതിനകത്ത് വേറെ ഒരു ചോദ്യത്തിനും ആവശ്യമില്ല. അയാളുടെ തലയിൽ കിടക്കുന്ന ഐഡിയോളജി ഇത് തന്നെയാണ്. അതിനെതിരെ അയാൾ പ്രവർത്തിക്കില്ല. പിന്നെ ഇപ്പം നടത്തുന്ന നാടകങ്ങൾ, ഈ നാടകങ്ങളൊക്കെ ഇപ്പൊ ഇസ്രായേൽ പൊളിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇപ്പൊ യഥാർത്ഥത്തിൽ കുപ്പിന്ന് ഭൂതം പുറത്തു വന്നിട്ടുണ്ട്. ഇപ്പൊ യഥാർത്ഥ മുഖം, HTSന്റെ യഥാർത്ഥ മുഖം ഇപ്പൊ കാണുന്നുണ്ട്. ഇസ്രായേലിനെതിരെ അവർ ആഹ്വാനം ചെയ്യുന്നുണ്ട്, ഇസ്രായേലിനെതിരെ കാര്യങ്ങൾ നടക്കും എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഈ ഒരു ഡ്രൂസ് കമ്മ്യൂണിറ്റിക്കെതിരെ എന്താണോ കശ്മീരിൽ സംഭവിച്ചത്, എന്താണോ October 7 സംഭവിച്ചത്, ഇത് തന്നെ അവിടെ റിപ്പീറ്റ് ചെയ്യാണ്. അവിടെ ഈ ഒരു പാറ്റേൺ അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള പൊതുസമൂഹം ചർച്ച ചെയ്യുന്നില്ല. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ട വിഷയം. ഇത് കണ്ടുകൊണ്ടിരിക്കാൻ ഇസ്രായേൽ തയ്യാറല്ല. ഇസ്രായേൽ തലങ്ങും വിലങ്ങും അവിടെ ആക്രമണം നടത്തുന്നുണ്ട്. ശരിക്കും ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയെ തൊട്ട് കഴിഞ്ഞാൽ ശരിക്കും അൽസഹറ ഭരണകൂടത്തിനെ തകർക്കും, HTSന്റെ ഭരണകൂടത്തിനെ തകർക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേൽ. ഈ ഒരു HTS ഭരണകൂടത്തിന്റെ ഒരു വെല്ലുവിളിയെ തുടർന്ന് ഇഡ്ലിബ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്നലെ തലങ്ങും വിലങ്ങും ആക്രമണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇന്നലെ തുർക്കി ഇസ്രായേലിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ ഇറങ്ങും കളത്തിൽ ഇസ്രായേലിനെതിരെ. സിറിയയിൽ തീവ്രവാദ പ്രവർത്തനം നടത്തിയ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന തയ്യബ് എർദോഗൻ 2-3 ലോഡ് ആയുധങ്ങൾ കൊണ്ട് പാകിസ്ഥാനിൽ ഇറക്കി കൊടുത്തിട്ട് നിന്ന നിൽപ്പിനങ്ങ് കള്ളം പറയാണ്. ഞങ്ങൾ ഒരു രീതിയിലുള്ള ആയുധങ്ങൾ ഇറക്കി കൊടുത്തിട്ടില്ല, പക്ഷെ ഞങ്ങളുടെ സപ്പോർട്ട് പാകിസ്ഥാനാണ്, വേണ്ടി വന്നാൽ ഞങ്ങൾ സപ്ലൈ ചെയ്യും ആയുധങ്ങൾ എന്നാണ് പറഞ്ഞത്. ഈ ഓൾറെഡി ഇറക്കി കൊടുത്തു, അവിടെ ഓൾറെഡി ഫ്ലൈറ്റ് റൂട്ട് മാപ്പൊക്കെ കിടപ്പുണ്ട്. പിന്നെ എന്തിനാണ് ഈ ഒരു ഉരുണ്ടുകളി? അപ്പം ഈ തുർക്കിയുടെ ഈ ഒരു കടന്നുവരവ്, HTSന്റെ ഇതേപോലെ ഇസ്രായേലിനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ്, ഇതെല്ലാം കണ്ട് ഇസ്രായേൽ തൊലച്ചു കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൊലച്ചു കളയുമെന്ന് പറഞ്ഞതല്ല, ഇഡ്ലിബ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആക്രമണം നടത്തി എന്ന് പറയാനുള്ള കാരണം അവിടെ ഇഡ്ലിബ് എന്ന് പറഞ്ഞ സ്ഥലത്ത് താമസിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ തുർക്കി അനുയായികളാണ്. തുർക്കിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇഡ്ലിബിലുള്ളത്. അപ്പൊ ഇഡ്ലിബിൽ ശരിക്കുള്ള ആക്രമണം, എത്ര പേര് ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു, കാഷ്വാലിറ്റി ഒന്നും പ്രത്യേകിച്ച് വ്യക്തമല്ല. പക്ഷേ തുർക്കിയും HTSും കൂടെ ചേർന്നിട്ട് ഇസ്രായേലിനെതിരെ പണി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള ഒരുക്കങ്ങൾ അവിടെ നടത്തുന്നുണ്ട്. പക്ഷെ അത് ഒരു രീതിയിലും വില പോകില്ല. തുർക്കി പല രീതിയിലുള്ള ഡ്രാമയാണ്. തുർക്കിയെ പലരും ഇങ്ങനെ പൊക്കി വെച്ചിരിക്കുകയാണ്.
ശരിയാണ്, അവരുടെ ഒരു ഡ്രോൺ അവർ ഡെവലപ്പ് ചെയ്ത് അവർ ആഗോളതലത്തിൽ തന്നെ ഒരു നല്ലൊരു ഡ്രോൺ ഡെവലപ്പ് ചെയ്ത് അവർ വികസിച്ച് മറ്റുള്ള സ്ഥലങ്ങൾക്കൊക്കെ വിറ്റിട്ടുണ്ട്. അതിന്റെ അർത്ഥം തുർക്കി അങ്ങ് എല്ലാം നേടിയെന്നല്ല. ഇറാന്റെ അടുത്തും കുറെ ഡ്രോൺ ഉണ്ട്. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ തുർക്കിക്ക് ഡയറക്റ്റ് ആയിട്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു ചോദ്യചിഹ്നമാണ്. യുദ്ധത്തിൽ കാഷ്വാലിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതീക്ഷിക്കാം, പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ഇസ്രായേൽ ഡോമിനേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തായ്യബ് എർദോഗൻ ഒരിക്കലും ഇസ്രായേലിനെതിരെ ഡയറക്റ്റ് ആയിട്ട് നിൽക്കില്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനത്തെ ചില ഡിപ്ലോമാറ്റിക് ഡയലോഗുകളും ഇതേപോലെ ചില സ്റ്റേറ്റസുകളൊക്കെ ഇറക്കും. അതിന് കാരണം വേറെ ഒന്നുമില്ല, തുർക്കി എക്കണോമിക്കലി തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കറൻസി ദിനം പ്രതി വീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ ഇതിന്റെ വേറൊരു സൈഡ് ഞാൻ പറയാം, ഇസ്രായേലും തുർക്കിയുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അസർബൈജാനിൽ നിന്ന് ഗ്യാസ് പൈപ്പ് ലൈൻ ഇസ്രായേലിൽ വരുന്നുണ്ട്. അതിന്റെ പദ്ധതി എല്ലാം തന്നെ ഈ തുർക്കി ത്രൂ ആണ് നടക്കുന്നത്. അസർബൈജാനിൽ നിന്ന് ഒരുപാട് ഷിപ്മെന്റ്സ് ഇസ്രായേലിന് എത്തുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇസ്താൻബുൾ ടച്ച് ചെയ്താണ് വരുന്നത്. അവർ തമ്മിൽ വളരെ നല്ല ബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഗ്ലോബലി കാണുന്ന രീതിയിലല്ല മറ്റുള്ള ഒരു വശം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തായ്യബ് എർദോഗൻ അങ്ങനെ ഒരിക്കലും ഇസ്രായേലിനെതിരെ ഡയറക്റ്റ് ആയിട്ട് ഒരു കൺഫ്രണ്ടേഷൻ വരില്ല. ഇത് HTS ഞങ്ങൾ സപ്പോർട്ട് കൊടുക്കുന്നു എന്നുള്ളതൊന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് തുർക്കി പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരം നാളെ മറ്റന്നാളൊക്കെ തുർക്കിയും ഇസ്രായേലും തമ്മിൽ സിറിയയിൽ ഭയങ്കരമായിട്ടുള്ള ഏറ്റുമുട്ടൽ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹൈപ്പർ ന്യൂസ് ഒക്കെ വന്നേക്കാം. അത് നടക്കാൻ പോകുന്നില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം തുർക്കിക്കും ഇസ്രായേലും തമ്മിൽ വേറെയും പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്. പിന്നെ ചില സാഹചര്യങ്ങളിൽ അത്രമാത്രം അവരുടെ സൊവറിനിറ്റിക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരു രാജ്യം എല്ലാ ബന്ധങ്ങളും എല്ലാ ഫൈനാൻഷ്യൽ ഡീലിംഗ്സും എല്ലാ ട്രേഡും ഒഴിവാക്കിക്കൊണ്ട് ഒരു യുദ്ധത്തിലേക്ക് പോയേക്കാം. പക്ഷേ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തായ്യബ് എർദോഗൻ അവിടെ ഏറ്റവും കൂടുതൽ തുർക്കിക്കുള്ളിൽ തന്നെ ഒരു പ്രതിസന്ധി, ഒരു പ്രൊട്ടസ്റ്റ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, ഈ രീതിയിൽ തുർക്കിയുടെ എക്കോണമി കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരിക്കലും ഇസ്രായേലുമായിട്ട് ഒരു ഡയറക്റ്റ് കൺഫ്രണ്ടേഷൻ ഒരിക്കലും ഉണ്ടാവാൻ പോകുന്നില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് നമ്മൾ ഇവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് HTSനെ തുലച്ചു കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഇസ്രായേൽ ഡയറക്റ്റ് ആയിട്ട് ഇറങ്ങും സിറിയയ്ക്കുള്ളിൽ. അത് HTS ഭരണകൂടത്തിന് ദോഷം ചെയ്യും. അതുകൊണ്ട് ഇപ്പൊ അഭിനയിച്ചുകൊണ്ട് കസേരയിൽ കയറിയിരിക്കുന്ന തീവ്രവാദിക്ക് അവിടെ നിന്ന് വിട്ടൊഴിഞ്ഞു പോകേണ്ടി വരും. നെതന്യാഹു നെക്സ്റ്റ് വീക്ക് അസർബൈജാൻ സന്ദർശിക്കാനിരിക്കുകയാണ്. അപ്പൊ തുർക്കി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ എയർ സ്പേസ് നിങ്ങൾ ഉപയോഗിച്ചാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് തുർക്കിയുടെ എയർ സ്പേസ് ഇസ്രായേലിന് ഉപയോഗിക്കാം. നെതന്യാഹുവിന് പറന്ന് അസർബൈജാനിൽ പോയി ഇറങ്ങിയിട്ട് തിരിച്ച് അതേപോലെ വളരെ സ്മൂത്ത് ആയിട്ട് ഇസ്രായേലിലേക്ക് വന്ന് ലാൻഡ് ചെയ്യാനുള്ള കംപ്ലീറ്റ് സ്മൂത്ത് ട്രാൻസ്പോർട്ടും തുർക്കി ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ നമ്മൾ ഓർക്കേണ്ടതാണ്. ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഡോണ്ട് ടച്ച് ഡ്രൂസ് ആൻഡ് അലോ ഇറ്റ്. അതേപോലെ മൈനോറിറ്റീസ് ഇവരൊന്നും ഒരു രീതിയിലുള്ള ഉപദ്രവങ്ങൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ സിറിയയിൽ ഇരുന്ന് ഭരിച്ചോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ പാലസിന്റെ മുന്നിൽ ഇട്ടത് സാധനം പാലസിന്റെ ഉള്ളിൽ കൊണ്ടിടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാന്റെ എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു മാപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇന്ത്യയുടെ മേളിൽ ധാരാളം ഫ്ലൈറ്റുകൾ തലങ്ങ് വിലങ്ങ് പറക്കുന്നുണ്ട്. കാരണം ഇന്ത്യക്കുള്ളിൽ മറ്റുള്ള രാജ്യങ്ങളുടെ ഫ്ലൈറ്റ് പറക്കാനുള്ള പെർമിഷൻ ഉണ്ട്. ഇന്ത്യയുടെ എയർ സ്പേസ് മറ്റുള്ള രാജ്യങ്ങൾക്ക് നിരോധിച്ചിട്ടില്ല, എക്സെപ്റ്റ് പാകിസ്ഥാൻ. പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസ്പോർട്ടേഷൻസ് മാത്രമാണ് ഇന്ത്യയുടെ എയർ സ്പേസ് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതുകൊണ്ട് സംഭവിച്ചത് പാകിസ്ഥാന്റെ മേളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫ്ലൈറ്റിന്റെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ വളരെ കുറവാണ്. ഈ റഡാർ മാപ്പ് അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 300 മില്യൺ to 400 മില്യൺ പെർ ഡേ ലോസ് ഉണ്ടായിട്ടുണ്ട് പാകിസ്ഥാന്. അപ്പൊ ഇതേ ഒരു അവസ്ഥ തുടർന്നാൽ, ഇതേ ഒരു അവസ്ഥ ഒരു മാസത്തേക്കൊക്കെ തുടർന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല. അത് ഇന്ത്യ ഇതിനെ കണക്കൂട്ടുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് മേഖലകളിൽ, സ്റ്റോക്ക് മാർക്കറ്റ് മേഖലകളിലൊക്കെ ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ ഇതിലും കൂടുതലാണ്. കാരണം IMF പാകിസ്ഥാൻ ചോദിച്ചത് 346 ബില്യൺ ആണ് ചോദിച്ചത്. ഇപ്പം IMF തയ്യാറായത് 1.4 ബില്യൺ തരാമെന്നാണ്. ഇപ്പൊ 346 ബില്യൺ എവിടെ കിടക്കുന്നു, 1.4 ബില്യൺ എവിടെ കിടക്കുന്നു. ഇനി അതും കൂടി ഇന്ത്യ തടയാൻ പോവാണ്. കാരണം ഈ ഏപ്രിൽ കഴിഞ്ഞു, ഈ മെയ്യില് അവർക്ക് ഒരുപാട് ഡ്യൂസ് ഉണ്ട്, പെൻഡിങ് ഡ്യൂസ്, റീപേയ്മെന്റ് വരുന്നുണ്ട് പാകിസ്ഥാൻ. ഈ പെൻഡിങ് റീപേയ്മെന്റ്സ് ഒക്കെ ഡ്യൂ ആയി കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങും. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. IMF ചൂണ്ടിക്കാണിക്കും. കാരണം IMF എന്ന് പറഞ്ഞാൽ ലോൺ കൊടുക്കുമ്പോൾ അവർ കുറച്ച് കണ്ടീഷൻസ് വെച്ചിട്ടുണ്ട്. ആ രാജ്യത്തിന്റെ സബ്സിഡികൾ, ജനങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം വെട്ടിക്കുറയ്ക്കേണ്ടി വരും. കാരണം ആ രാജ്യത്തിന്റെ ഫൈനാൻഷ്യൽ കൺട്രോൾ IMF ആണ് ഏറ്റെടുക്കുന്നത്. IMF ഏറ്റെടുക്കുമ്പോൾ അവർ കുറെ കണ്ടീഷൻസ് വെക്കും. ഇൻഫ്ലേഷൻ ഉയരും. കാരണം ഈ IMFന്റെ ലോണ് പലിശയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പൊ അവർ ഇടുന്ന പലിശയും കൂടെ ചേർത്തിട്ട് അതിന്റെ ആനുവലി റീപേയ്മെന്റ് ഉണ്ട്. അപ്പൊ ആനുവലി റീപേയ്മെന്റ് അത് ടേം വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ആ ടേം ബേസിസിൽ എത്രയാണ് റീപേയ്മെന്റ് അടയ്ക്കുന്നത്, ഇൻക്ലൂഡിംഗ് ഇൻട്രസ്റ്റ് ചേർത്തിട്ട് ഈ ലോൺ കൊടുത്ത പൈസയും, ഒന്നാമതേ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ലോൺ കൊടുക്കുന്നത്, അതിന്റെ പുറമെ ലോണിന്റെ മേലിൽ ഇൻട്രസ്റ്റ് കൂടെ വരും. അപ്പൊ ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇത് എങ്ങനെ റിക്കവറി ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് ഒരു ഡെറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടാണ് ഇതിനെ റീകളക്ട് ചെയ്യുന്നത്. അങ്ങനെ റീകളക്ട് ചെയ്യുമ്പോഴത്തേക്കും കൃത്യമായിട്ട് ഒരു എമൗണ്ട് കിട്ടണം അവർക്ക്. ആ എമൗണ്ട് കിട്ടുന്ന രീതിയിൽ അവർ ഓരോന്നിനും വിലയിടും. പെട്രോളിന് ഇത്ര കൂട്ടിക്കോ, പിന്നെ ഈ ജനങ്ങളുടെ അത്യാവശ്യ സാധനങ്ങളില്ലേ അതിനൊക്കെ ഡേ ടു ഡേ സാധനങ്ങൾ എന്താണ് ഏറ്റവും കൂടുതൽ സെയിൽ ആകുന്നത് അതിനൊക്കെ വില കൂട്ടാൻ പറയും. അതിനൊക്കെ വില കൂടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ രാജ്യത്ത് ഇൻഫ്ലേഷൻ കൂടും. ഓൾറെഡി തന്നെ അവിടെ ഞെരുക്കത്തിലാണ്. ഇനി അതിനിടയ്ക്ക് ഇൻഫ്ലേഷൻ കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ആ രാജ്യം ഏത് അവസ്ഥയിൽ പോകും എന്നുള്ളത് നമുക്ക് പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്.
ഇനി ട്രംപ് ചെയ്ത മിനറൽ ഡീൽ അതിലേക്കൊന്ന് നോക്കാം. റഷ്യ ഉക്രൈൻ ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കി കഴിഞ്ഞാൽ ട്രംപ് ചെയ്ത ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് റഷ്യയെ തേച്ചിരിക്കുകയാണ്. റഷ്യക്ക് ഇത് മുൻകൂട്ടി അറിയാം ഈ അമേരിക്ക എങ്ങനെ ചെയ്യും എന്നുള്ളത്. കാരണം അമേരിക്ക പണ്ട് തൊട്ടേ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാത്ത ഒരു രാജ്യമാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് കിട്ടുന്നെങ്കിൽ അവർ അപ്പത്തന്നെ ഉരുണ്ട് കളിക്കും, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമം വളച്ചൊടിക്കും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഇൻസൈഡിൽ നടക്കുന്ന വിഷയങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഓക്കെ, അതൊക്കെ നമ്മൾ നോക്കി കാണുമ്പോൾ അമേരിക്കൻ വ്യൂ പോയിന്റിൽ നോക്കുകയാണ്. പക്ഷേ പുറത്തുനിന്ന് ഒരാൾ അമേരിക്ക നോക്കി കാണുമ്പോഴത്തേക്കും ഒരു ഡെവലപ്ഡ് കൺട്രി ആയിട്ടിരിക്കുന്ന അമേരിക്ക അമേരിക്ക പാലിക്കേണ്ട ചില റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ആ റെസ്പോൺസിബിലിറ്റീസ് ഒരിക്കലും അമേരിക്ക പാലിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. കാരണം ശരിക്കും പറഞ്ഞാൽ ഈ നെഗോസിയേഷന് പോയ ട്രംപ്, അപ്പൊ ട്രംപിന്റെ യഥാർത്ഥ ആവശ്യം എന്തായിരുന്നു? ട്രംപിന്റെ യഥാർത്ഥ ആവശ്യം എന്താണെന്ന് വെച്ചാൽ മിനറൽ ഡീലാണ്. എന്നാൽ അവർ ഓപ്പൺ ആയിട്ട് ഫസ്റ്റ് ഈ പുട്ടിനെ കാണുന്നതിന് പകരം സെലൻസ്കിയെ കണ്ടാൽ മതിയായിരുന്നു. സെലൻസ്കിയെ കണ്ടിട്ട് നീ ഒരു കാര്യം ചെയ്യും, മിനറൽ ഡീൽ എഴുതിത്ത. കാരണം അന്നത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്ക പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്ത് ബൈഡൻ ആണെങ്കിൽ കുറെ പൈസയൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് സെലൻസ്കിയെ സെറ്റാക്കി വെച്ചിരുന്നതാണ്. കുഴപ്പമില്ല, നമുക്ക് ആയുധങ്ങളൊക്കെ തരാം, ഒരു വിഷയമല്ല, 50 മില്യന്റെ ആയുധം ഞാൻ ഇപ്പോൾ ഉടനെ ഇറക്കി തരാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അന്നേ സെലൻസ്കി ഇത് ഒപ്പിട്ടേനെ. ഇത് ഉടനെ തന്നെ ട്രംപ് റഷ്യയുമായിട്ട് ഭയങ്കരമായിട്ട് ഒരു അലയൻസ് വെച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് ഒരു സെറ്റപ്പ് ഒക്കെ കാണിച്ചുകൊണ്ട് പോയത് കൊണ്ടാണ് ഇത് ഇത്രയും ഡിലേ ആയത്, ഇങ്ങനെ വലിച്ചഴിച്ചുകൊണ്ട് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായത്. പിന്നെ നേരെ കാര്യങ്ങളൊക്കെ തിരിഞ്ഞിരിക്കുകയാണ്. തിരിഞ്ഞു പറഞ്ഞാൽ ഇപ്പൊ മിനറൽ ഡീൽ എടുത്തിട്ട്, മിനറൽ ഡീൽ എന്താണ് ഇപ്പൊ ഈ മിനറൽ ഡീൽ ഇത്ര വലിയ ഇമ്പോർട്ടൻസ്? നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലിഥിയം, യൂറോപ്പിൽ മൊത്തത്തിൽ കിട്ടുന്ന ലിഥിയം അളവില് 40% ഉക്രൈനിലും തന്നെ കിട്ടും. അതേപോലെ തന്നെ മറ്റുള്ള ഏതൊരു റെയർ എർത്ത് മിനറൽ ആയിക്കോട്ടെ, ഒരു 100 കിലോ മൊത്തത്തിൽ കിട്ടുന്നെങ്കിൽ അതിലൊരു 5 കിലോ ഉക്രൈനിൽ നിന്നാണ് കിട്ടുന്നത്. അത്രയ്ക്ക് ആ ഒരു ലാൻഡിൽ ഈ ഒരു റെയർ എർത്ത് എലമെന്റ്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഉക്രൈന്റെ ലാൻഡ് വളരെ റിച്ച് ആണ്. അപ്പൊ അതുകൊണ്ട് ട്രംപ് ഇതിനെ നല്ല രീതിയിൽ എയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ട്രംപിന് ഇത് വേണം. ട്രംപ് എന്തുകൊണ്ടാണ് നിർബന്ധമായിട്ട് ഇങ്ങനെ പിടിക്കുന്നത് വെച്ചാൽ, കാനഡയെ ചോദിച്ചത് എന്തുകൊണ്ടാണ്? ഇതേ സെയിം വിഷയമാണ്. കാരണം കാനഡയിൽ ഏറ്റവും കൂടുതൽ റെയർ എർത്ത് മിനറൽ റിസോഴ്സ് ഉണ്ട്. പക്ഷെ കാനഡ വേറൊരു രാജ്യമാണ്. അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ വാക്ചാതുര്യം മാത്രമാണ്, അല്ലാതെ ട്രംപിന് അതിനെ പിടിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ വേണമെങ്കിൽ അവരെ ടേബിളിൽ കൊണ്ടുവന്ന് ഇരുത്തി നെഗോഷിയേറ്റ് ചെയ്ത് അങ്ങോട്ട് കൊണ്ട് ബാർഗൈൻ ചെയ്ത് വേണമെങ്കിൽ റെയർ എർത്ത് എലമെന്റ്സ് കിട്ടുന്ന രീതിയിൽ പല ഡീലിങ്സ് ഉണ്ടാക്കാം. അത് കാനഡയ്ക്കും കൂടി ഗുണം ചെയ്യുന്ന രീതിയിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കാനഡയിൽ റെയർ എർത്ത് മിനറൽസ് കൂടുതലുണ്ടല്ലോ, അപ്പൊ അതേപോലത്തെ ഒരു ലാൻഡ് നേച്ചർ ആണല്ലോ ഗ്രീൻലാൻഡ്. അപ്പൊ നമുക്ക് ഗ്രീൻലാൻഡിനെ കയറി പിടിച്ചാൽ എന്താണ് കുഴപ്പം എന്നുള്ള രീതിയിലാണ് ഗ്രീൻലാൻഡ് അവകാശവാദമായിട്ട് മുന്നോട്ട് നടക്കുന്നത്. അതും ഇപ്പൊ പെട്ടെന്ന് തന്നെ കിട്ടുന്ന ഒരു അവസ്ഥയിലല്ല ഉള്ളത്. ഇതെല്ലാം തന്നെ ഒരുപാട് ടൈം എടുക്കുമെന്ന് റിയലൈസ് ചെയ്ത ട്രംപ് എന്താണ് വിചാരിച്ചത്? ഈ ഉക്രൈനെ എങ്ങനെയെങ്കിലും പിടിച്ചെടുത്തേക്കാം. ഈ ഉക്രൈനാണ് ഏറ്റവും സ്യൂട്ടബിൾ, എളുപ്പത്തിൽ ഈ ഒരു റെയർ എർത്ത് എലമെന്റ്സ് സ്വന്തമാക്കാൻ. ആ ഒരു പരിപാടിയാണ് ട്രംപ് അവിടെ കാണിച്ചത്. ഇപ്പൊ ട്രംപ് എന്താണ് 50 മില്യൺ ചെറുതായിട്ട് ഈ പട്ടികൾക്ക് കൊടുക്കുന്ന ബിസ്ക്കറ്റ് പോലെ എടുത്ത് കൊടുത്തിട്ട് ഈ റെയർ എർത്ത് എലമെന്റ് ഒപ്പിട്ട് മേടിച്ചിരിക്കുകയാണ്. അതായത് ആദ്യം മാസങ്ങൾക്ക് മുമ്പ് റെയർ എർത്ത് എലമെന്റ് കരാറിൽ ഒപ്പുവയ്ക്കൂ എന്ന് പറഞ്ഞ് സെലൻസ്കി എടുത്ത് ചോദിച്ചപ്പോഴത്തേക്കും റെയർ എർത്ത് മിനറൽ എഗ്രിമെന്റ് 10 തലമുറകൾക്ക് നഷ്ടമുണ്ടാക്കുമെന്നാണ്. 10 ഉക്രൈൻ തലമുറകൾക്ക് നഷ്ടമുണ്ടാക്കുന്ന പരിപാടിയാണ് ഈ ഒരു എഗ്രിമെന്റിൽ ഞാൻ ഒപ്പുവെക്കുന്നത് എന്നാണ് പറഞ്ഞിട്ട് അന്ന് റിജക്ട് ചെയ്തു വന്നത്. അതേ സെലൻസ്കി ഇന്ന് ഉക്രൈനിലെ 10 തലമുറയെ അമേരിക്കയ്ക്ക് തൂക്കി അങ്ങ് ഈസി ആയിട്ട് വിറ്റിരിക്കുകയാണ്. എളുപ്പത്തിൽ അങ്ങ് എടുത്ത് കൊടുത്തിരിക്കുകയാണ് ട്രംപിന്റെ കയ്യിൽ. ഇപ്പൊ ഈ ഡീലിംഗ് എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമുള്ള ഡീലിംഗ് ആണ്, അമേരിക്കയ്ക്ക് വളരെ ഗുണം ചെയ്യുന്ന ഡീലാണ്. അതുകൊണ്ട് 100% റഷ്യയെ അവിടെ മൂലയിൽ അങ്ങ് ഒതുക്കാൻ തന്നെ തീരുമാനിച്ചു. റഷ്യക്ക് ഇത് പണ്ടേ അറിയാം. പുടിൻ ഇതിനകത്ത് ഒരു രീതിയിലുള്ള ആശങ്കകളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അമേരിക്ക എങ്ങനെയാണ് പണ്ട് തൊട്ടേ എന്നുള്ളത് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് മാത്രമാണ് അവര് ഒരു കൺഫർമേഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാത്ത രീതിയിൽ അവരുടെ പോളിസികളിൽ മാത്രം ഉറച്ചങ്ങ് നിന്നത്. ഇപ്പോഴും ഈ ഒരു ഡീൽ സൈൻ ചെയ്തപ്പോഴത്തേക്കും റഷ്യ പറഞ്ഞ പോളിസികളെ ഒന്നും തന്നെ വയലേറ്റ് ചെയ്തുകൊണ്ടല്ല ഈ ഒരു ഡീൽ സൈൻ ചെയ്തിരിക്കുന്നത്. ഉക്രൈന് നാറ്റോയ്ക്ക് മെമ്പർഷിപ്പ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഉക്രൈന്റെ സെക്യൂരിറ്റി അമേരിക്ക ഉറപ്പുവരുത്തുമെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഉക്രൈന് എല്ലാ ഇന്റലിജൻസ് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാന്ന് പറഞ്ഞിട്ടില്ല. ഇതെല്ലാം തന്നെ ട്രംപ് വന്നിട്ട് നിർത്തിവെച്ച കാര്യങ്ങളാണ്. ഇതെല്ലാം അങ്ങനെ തന്നെ തുടരുന്നുണ്ട്. ഇതുവരെ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. എന്നാൽ ഈ ഒരു ഡീൽ നടന്നു. എങ്ങനെ നടന്നു? ഈ ഡീൽ നടക്കാനുള്ള കാരണം ഇതിന്റെ പുറകിൽ വേറൊരു എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട്. ആ വേറൊരു എഗ്രിമെന്റ് ആണ് ജോയിന്റ് റീകൺസ്ട്രക്ഷൻ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. ഇങ്ങനൊരു സംഭവം രൂപീകരിച്ചിട്ടുണ്ട്. അതായത് ജോയിന്റ് റീകൺസ്ട്രക്ഷൻ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്. അതായത് 10 വർഷത്തേക്ക് അമേരിക്കയും മറ്റു ചില രാജ്യങ്ങളും കൂടെ ചേർന്ന് ഈ ജോയിന്റ് റീകൺസ്ട്രക്ഷൻ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിലേക്ക് ഫണ്ട് ചെയ്യും. ഇതിലേക്ക് ഫണ്ട് ചെയ്യുമ്പോഴത്തേക്കും 10 വർഷത്തേക്ക് ഇതിൽ കിട്ടുന്ന ലാഭമെല്ലാം ഉക്രൈന് സ്വന്തമായിട്ട് അങ്ങ് എടുക്കാം. ഈ ഫണ്ട് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ഉക്രൈനാണ്. അപ്പൊ ഇതിന് പകരം എന്താണ്? ഇപ്പൊ ഇതിനു മുമ്പ് ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്ന 500 മില്യൺ ഞങ്ങൾ 500 ബില്യൺ തന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ സെലൻസ്കി പറഞ്ഞു എനിക്ക് 150 കിട്ടിയിട്ടുള്ളൂ, എനിക്ക് ബാക്കിയൊന്നും അറിയത്തില്ല, 400 ബില്യൺ എവിടെ പോയി എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സെലൻസ്കി ഇപ്പൊ ട്രംപിന് ആ ഒരു 500 ബില്യന്റെ ക്ലെയിം ഒന്നുമില്ല. എല്ലാം തന്നെ എഴുതി തള്ളിയിരിക്കുകയാണ്. അതിലുപരിയായിട്ട് 50 മില്യൺ അധികം കൊടുത്തിരിക്കുകയാണ്, ഒരു പോക്കറ്റ് മണി വെച്ചോ എന്ന് പറഞ്ഞിട്ട്. ഈ ജോയിന്റ് റീകൺസ്ട്രക്ഷൻ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിലേക്ക് പൈസ ഇടും.
ഇത് പല പ്രൈവറ്റ് കമ്പനികൾക്കും കോൺട്രാക്ട് കൊടുത്ത് പലരെയും കൊണ്ട് ഉക്രൈന്റെ റീകൺസ്ട്രക്ഷൻ ഉറപ്പാക്കും. റീകൺസ്ട്രക്ഷൻ പറഞ്ഞാൽ എന്താണ്? ഈ യുദ്ധം മൂലം ഉണ്ടായ നാശനഷ്ടങ്ങളൊക്കെ ഒന്ന് നികത്തണം, പൊട്ടിപ്പാളിസായ ബിൽഡിങ്ങുകൾ, വീടുകളൊക്കെ റീകൺസ്ട്രക്ഷൻ ചെയ്യണം, ആ രാജ്യത്തിനെ ഒന്ന് റീകൺസ്ട്രക്ഷൻ ചെയ്ത് കൊണ്ടുവരണം. ഇതാണ് സംഭവം. ഒരു യുദ്ധം കഴിഞ്ഞാൽ ഒരു ഡെവലപ്മെന്റ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് യുദ്ധം കഴിഞ്ഞ ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? യുദ്ധം നിൽക്കണം. ഇപ്പൊ യുദ്ധം നിന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പൊ അതേസമയം ട്രംപ് ഉദ്ദേശിക്കുന്നത് രണ്ട് വിഷയങ്ങളാണ്. ഒന്ന് നേരെ ചൈനയുടെ വിഷയത്തിലേക്ക് വരാം. അപ്പൊ ഇതിനകത്ത് ഈ ഒരു യുക്രൈനിലെ ഈ ഒരു റെയർ എർത്ത് മിനറൽ ഡീല് ഓക്കെ ആക്കുന്നതിലൂടെ ചൈനയുടെ ഡിപ്പെൻഡൻസി വഴിയെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. കാരണം ഇപ്പൊ താരിഫ് ഇമ്പോസ് ചെയ്തിട്ട് ട്രംപ് എത്രമാത്രം സ്ട്രഗിൾ ചെയ്ത് നാണം കെട്ടാണ് ഈ ഒരു ഏർപ്പാടിലാക്കി ഇപ്പോൾ 55% താരിഫിൽ വന്ന് നിൽക്കുന്നത്. ഇപ്പോഴും ചൈന നെഗോഷിയേറ്റ് ചെയ്യാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ആ രീതിയിൽ അമേരിക്കയെ തിരിച്ചടിച്ച് ഈ ആഗോളതലത്തിൽ നാണം കെടുത്തിയ ചൈനയ്ക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രംപ് വളരെ കൃത്യമായിട്ടുള്ള കരുക്കൾ നീക്കുന്നുണ്ട്. ആ നീക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഉക്രൈനെ ഈ രീതിയിൽ വളച്ചെടുത്ത് കയ്യിൽ വെച്ചത്. ഇപ്പൊ ചൈനയുടെ റെയർ എർത്ത് മിനറൽസ് അതിനൊരു ബദലായിട്ടാണ് ഉക്രൈനെ കാണുന്നത് ട്രംപ്. 10 വർഷത്തേക്ക് ഈ റെയർ എർത്ത് എലമെന്റ്സ് ഉക്രൈന്റെ ഉള്ളിൽ റിസർച്ച് നടത്താനും റെയർ എർത്ത് എലമെന്റ്സ് കുഴിച്ചെടുക്കാനും അമേരിക്കയ്ക്ക് ഫ്രീ ആയിട്ടുള്ള പെർമിഷനാണ്. ഉക്രൈനിലെ ഏറ്റവും വലിയൊരു മിനറൽ മൈൻ അമേരിക്കയ്ക്ക് സ്വന്തമായിട്ട് തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. ഏറ്റവും വലിയൊരു മിനറൽ മൈൻ. അതുപോലെ തന്നെ ഉക്രൈന്റെ ഉള്ളിൽ പല സ്ഥലങ്ങളിലും റിസർച്ച് നടത്താനുള്ള പെർമിഷനും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ 10 വർഷത്തേക്ക് അമേരിക്ക ഫ്രീ ആയിട്ട് കൊണ്ടുപോകും. ഉക്രൈനെ തോണ്ടി ഉക്രൈനിലുള്ള റെയർ എർത്ത് എലമെന്റ്സ് എല്ലാം തന്നെ ഫിൽട്ടർ ചെയ്ത് അമേരിക്ക 10 വർഷത്തേക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുപോകും. ഈ രൂപീകരിച്ചിരിക്കുന്ന ഈ ഒരു ജോയിന്റ് റീകൺസ്ട്രക്ഷൻ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിൽ നിന്നും 10 വർഷത്തേക്ക് അമേരിക്കയ്ക്ക് ഒരു രീതിയിലുള്ള വിഹിതം വേണ്ട. പക്ഷെ 10 വർഷം കഴിയുമ്പോഴത്തേക്കും ഇതിൽ കിട്ടുന്ന ലാഭം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ലാഭം 10 വർഷം കഴിഞ്ഞാണ് വരുന്നത്. കാരണം 10 വർഷം എന്ന് പറഞ്ഞത് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ ഇനിഷ്യൽ ടൈമാണ്. ഈ ഇനിഷ്യൽ ടൈമിൽ ഏറ്റവും കൂടുതൽ ലാഭം ഒന്നും വരത്തില്ല. ആ നക്കാപ്പിച്ച ലാഭം ഉക്രൈന് കൊണ്ടുപോകും. 10 വർഷം കഴിയുമ്പോഴത്തേക്കും ഈ മിനറൽ ഡീല് അമേരിക്ക ഇതുപോലെ തുടരുക തന്നെ ചെയ്യും. അത് കഴിഞ്ഞാൽ ഈ കിട്ടുന്ന ലാഭം, ഈ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ 50% അമേരിക്കയ്ക്ക് കൊടുക്കുകയും വേണം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതാണ് അമേരിക്കയിലെ ട്രംപിന്റെ ആ ഒരു ബിസിനസ് മാന്റെ മൈൻഡിൽ വന്ന പ്ലാൻ. അത് കൃത്യമായിട്ട് ഉക്രൈനിൽ വർക്ക് ചെയ്യിപ്പിച്ചെടുത്തിരിക്കുന്നു. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഇവിടെ ആരാണ് വിഡ്ഢി? അതായത് ഉക്രൈനിലെ സെലൻസ്കി ഈ ഒരു 10 തലമുറയെ എഴുതി കൊടുത്തിരിക്കുന്ന അമേരിക്കയ്ക്ക്. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഉക്രൈനിലെ ജനങ്ങൾ ഇതൊന്നും അറിയുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അറിയുന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ആ രീതിയിലാണ് ആ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ ഒരു പോക്ക്. എങ്ങനെയെങ്കിലും ഈ ഒരു മണ്ടന്റെ കയ്യിൽ നിന്ന് ഈ ഒരു രാജ്യം രക്ഷപ്പെട്ടാൽ മതി എന്നാണ് അവർ വിചാരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, അവർക്ക് ആരെങ്കിലും തന്നെ ഈ ഒരു വീടും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവരുടെ ജീവിത നിലവാരം ഒന്ന് മെച്ചപ്പെടുത്തി കൊടുത്താൽ വളരെ ഉപകാരം എന്നാണ് ഉക്രൈനിലെ ജനങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പൊ ഇനി ലിഥിയം, ഗ്രാഫൈറ്റ് എല്ലാം തന്നെ അമേരിക്കയ്ക്ക് വളരെ എളുപ്പത്തിൽ കിട്ടും. കുറച്ച് ടൈം എടുക്കും, ഒരു 3 to 4 years വരും. കാരണം അമേരിക്കയ്ക്ക് കുറച്ച് പെട്ടെന്ന് തന്നെ അവിടെ ഈ മൈനിങ് ഫാക്ടറീസും ഈ കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുക്കാൻ, ഈ പ്രോസസിംഗ് യൂണിറ്റ് ഒക്കെ റെഡിയാക്കി എടുക്കാൻ കഴിയും. സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജി ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഒരു 3 to 7 years ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. അപ്പൊ ഒരു 3 വർഷം കൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു മിനറൽ മൈനിൽ നിന്ന് അമേരിക്കയ്ക്ക് വേണ്ട രീതിയിലുള്ള മിനറൽസ് ഒക്കെ ഉക്രൈനിൽ നിന്ന് ഫിൽട്ടർ ചെയ്തെടുക്കാൻ കഴിയും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു 3 years. പിന്നെ ഇനി ഈ ചൈനയെ കൗണ്ടർ ചെയ്യുന്ന രീതിയിൽ ഇപ്പം അമേരിക്ക ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ ഏത് രീതിയിലാണ് ഇടപെടുന്നത് പറഞ്ഞാൽ അവർ എപ്പോഴും ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ചൈനയും ഇന്ത്യയും തമ്മിൽ വേർപെടുത്തണം. അമേരിക്കയും ചൈനയും തമ്മിൽ വളരെ ഡോമിനേറ്റഡ് ആയിട്ട് ഒരു പ്ലാറ്റ്ഫോമിലുണ്ട്, അത് ബ്രിക്സ് ആണ്. മറ്റുള്ള ഷാങ്ഹായ് കോർപ്പറേഷൻ കൗൺസിൽ, മറ്റുള്ള കൗൺസിൽ ഒന്നും അമേരിക്കയ്ക്ക് അത്ര വലിയ രീതിയിലുള്ള ഒരു കൺസേൺ ഉണ്ടാക്കുന്ന വിഷയമല്ല. ബ്രിക്സ് കൺസേൺ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയെ ഒരു ബ്രിക്സിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിക്കൊണ്ടുവരണം എന്നുള്ള രീതിയിലുള്ള അമേരിക്കയുടെ തീരുമാനം. കാരണം ട്രംപ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രിക്സ് ഇസ് ഡെഡ് എന്നാണ് പറഞ്ഞിരുന്നത്. ഇലക്ഷന് ജയിക്കുന്നതിന് മുമ്പേ പറഞ്ഞ് ബ്രിക്സ് ഡെഡ് ആണെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ആ ഒരു വാഗ്ദാനം, ആ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിവെക്കുന്ന രീതിയിൽ ട്രംപ് കാര്യങ്ങളൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് നീക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂ വന്നപ്പോഴും ഇന്ത്യക്കാണ് സപ്പോർട്ട് എന്ന് പറഞ്ഞെങ്കിലും പാകിസ്ഥാൻ ഒരു രീതിയിലും സാങ്ഷൻസോ എന്തെങ്കിലും ഒരു നടപടിക്രമങ്ങൾ പാകിസ്ഥാനെതിരെ കൊണ്ടുവരാൻ അമേരിക്കൻ ഭരണകൂടം തയ്യാറാവാത്തത്. കാരണം ചൈനയുമായിട്ട് ഇന്ത്യ ഇടയണം, അത് അമേരിക്ക ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയിപ്പം ഇത്രമാത്രം പ്രഷർ ഇട്ടത് എന്തുകൊണ്ടാണ്? ഇപ്പൊ ഇത്രമാത്രം പ്രഷർ ഇടുന്നുണ്ട്, എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഇപ്പൊ നോക്കൂ, ഇന്ത്യക്കുള്ളിൽ അത്ര വലിയ ടെൻഷനൊന്നുമില്ല. ശരിയാണ്, ഇന്ത്യക്കുള്ളിൽ ഒരു തീവ്രവാദ ആക്രമണം നടന്നു. അതിലുപരിയായിട്ട് ഇന്ത്യക്കുള്ളിൽ വലിയ സെക്യൂരിറ്റി ത്രെട്ടോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇപ്പൊ ഇവിടെ വന്ന് ആക്രമിച്ചു കളയും എന്നുള്ള രീതിയിലുള്ള ഒരു രീതിയിലുള്ള പാനിക് സിറ്റുവേഷൻ ഇന്ത്യക്കുള്ളിലില്ല. പക്ഷെ എന്നിരുന്നാലും ഈ മാസം സൗത്ത് ആഫ്രിക്കയിൽ നടക്കുന്ന ബ്രിക്സ് മീറ്റിംഗിൽ ഇന്ത്യ പങ്കെടുക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യക്കുള്ളിൽ ചില തീവ്രവാദ ആക്രമണങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഈ വർഷത്തെ ബ്രിക്സിന് പങ്കെടുക്കുന്നില്ല എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇന്ത്യയുടെ റെപ്രസെന്റേറ്റീവിനെ ഇൻഡയറക്റ്റ് ആയിട്ട് വല്ല അയക്കുമോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. പക്ഷെ ഇപ്പോഴത്തെ ഇതുവരെയുള്ള നിലപാട് സൗത്ത് ആഫ്രിക്കയിൽ നടക്കുന്ന ഈ വർഷത്തെ ബ്രിക്സ് മീറ്റിൽ ഇന്ത്യ പങ്കെടുക്കില്ല എന്നുള്ളതാണ്. ഒന്നാമത് സൗത്ത് ആഫ്രിക്ക അമേരിക്കയ്ക്ക് വേണ്ടാത്ത ഒരു രാജ്യം. സൗത്ത് ആഫ്രിക്കയുമായിട്ട് ബന്ധപ്പെട്ട്, ആഫ്രിക്കൻ റീജിയനുമായിട്ട് ബന്ധപ്പെട്ട്
വേറെ ഒരു സ്റ്റോറി തന്നെ കിടപ്പുണ്ട്. ആ സ്റ്റോറിക്ക് വേറൊരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട്. സിംബാബ്വെ, സൗത്ത് ആഫ്രിക്ക ഒക്കെ ചേർന്നിട്ട് അത് വേറൊരു സൈഡിലുള്ള സ്റ്റോറിയാണ്. ഇപ്പൊ സൗത്ത് ആഫ്രിക്ക ഇസ്രായേലുമായിട്ട് ഇന്റർനാഷണൽ കോർട്ടിൽ കിടക്കുന്ന കേസ്, ഇതൊക്കെ ബന്ധപ്പെട്ട് അമേരിക്ക ശരിക്കും പറഞ്ഞാല് സൗത്ത് ആഫ്രിക്കൻ എൻഒയെ പുറത്താക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം. അപ്പൊ ഇങ്ങനെയും നമുക്ക് കരുതാം. അമേരിക്കയുടെ ചേരിയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ശരിക്കും ഇന്ത്യ മനഃപൂർവ്വം ബ്രിക്സിൽ നിന്നും വിട്ടു നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കരുതാൻ കഴിയുന്നത്. ഇത് ഞാൻ ബ്രിക്സിനെ സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു രാജ്യത്തിനെയും സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ല ഇത് വിലയിരുത്തുന്നത്. ഇത് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ജിയോ പൊളിറ്റിക്കൽ ചേഞ്ച് ആണ് ഞാൻ കാണിക്കുന്നത്. ഇന്ന് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സ് ഡെവലപ്മെന്റ്സ്, ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.